നാഷണൽ ജോഗ്രഫിക് മാഗസിൻ അത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ കൊണ്ടും അതിൽ വരുന്ന ഫോട്ടോഗ്രാഫ്സ് കൊണ്ടും വളരെ ഫേമസ് ആണ്, പോപ്പുലറാണ്. സാധാരണ രീതിയിൽ ജോഗ്രഫി, ഫോട്ടോഗ്രാഫി, കൾച്ചർ ഇതൊക്കെയാണ് അവരുടെ വിഷയം. പക്ഷെ 2015 ഡിസംബർ ഇഷ്യൂ അത് പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ഇഷ്യൂ ആയിരുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിംഗ് ആയിരുന്നു കവർ ചിത്രം. എന്നിട്ട് ടൈറ്റിൽ ഇങ്ങനെ ആയിരുന്നു: മേരി ദ മോസ്റ്റ് പവർഫുൾ വുമൺ ഇൻ ദ വേൾഡ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ആ ഇഷ്യൂ ചെയ്തതെന്ന് എഡിറ്റോറിയലിൽ എഴുതിയിട്ടുണ്ട്. 2014 വാഷിങ്ടൺ DC നാഷണൽ മ്യൂസിയം ഫോർ വിമൻ ഇൻ ആർട്സ് അവിടെ ഒരു എക്സിബിഷൻ നടന്നു. അതിൻ്റെ വിഷയം പിക്ചറിങ് മേരി, വുമൺ, മദർ, ഐഡിയ. 14ാം നൂറ്റാണ്ടിനും 19ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് മറിയത്തെക്കുറിച്ച് വരച്ചിട്ടുള്ള ക്ലാസിക് പെയിൻറ്റിങ്സിൻ്റെ ഒരു പ്രദർശനമായിരുന്നു. 74 ആർട്ട് വർക്കുകളുണ്ടായിരുന്നു. ഫ്ലോറൻസിലെ ഉഫീസി മ്യൂസിയം, പാരീസിലെ ലൂവ്, വത്തിക്കാൻ മ്യൂസിയം തുടങ്ങിയ വലിയ മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രങ്ങളുടെ പ്രദർശനം. വാഷിങ്ടൺ DC ഇതുവരെ കാണാത്ത വലിയൊരു ക്രൗഡാണ് അന്ന് ഈ എക്സിബിഷൻ കാണാൻ വന്നത്. ഇപ്പോൾ നാഷണൽ ജോഗ്രഫി എഡിറ്റേഴ്സ് ഇങ്ങനെ വണ്ടർ ചെയ്തു, എന്താണ് മേരി ഇത്ര പവർഫുള്ളാക്കുന്നത്? അവരുടെ റൈറ്റേഴ്സിനെയും അവരുടെ ഫോട്ടോഗ്രാഫേഴ്സിനെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വിട്ട് മറിയത്തെക്കുറിച്ച് അവർ നടത്തിയ ഇൻ്റർവ്യൂസ്, അവരുടെ പഠനങ്ങൾ, അതാണ് ഈ ഡിസംബർ 2015 ഇഷ്യൂ കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്കോളർ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യു സീ യുവർ സെൽഫ് ആൻഡ് യുവർ കൺസേൺസ് റിഫ്ലക്റ്റഡ് ഇൻ മേരി. ദാറ്റ് ഈസ് വാട്ട് മദർ മേരി ഹാസ് ഓൾവേസ് ഡൺ. ഷീ ഈസ് മോർ ആക്സസിബിൾ, ലെസ് ത്രെറ്റനിങ് ആൻഡ് ഓൾവേസ് ഓൺ പീപ്പിൾ സൈഡ്. എപ്പോഴും ആൾക്കാരുടെ കൂടെയാണ് മേരി എന്ന് പറയാം. മറ്റൊരു സ്കോളർ ഒറ്റ വരെ പറയുന്നുള്ളൂ: ഷീ ഈസ് ദ യൂണിവേഴ്സൽ. എന്താണ് മദർ മേരിയെ ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സ്ത്രീയാക്കുന്നത്? ഇത് ഗോസ്പലിൽ പറയുന്നുണ്ടല്ലോ, ഒരു പവർഫുൾ എസ്. മലാഖയോട് ഒരു പവർഫുൾ എസ് പറഞ്ഞതാണ് മദർ മേരിയെ ഈ ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സ്ത്രീയാക്കി മാറ്റുന്നത്.